ഇന്റലിജൻസ് നമ്മുടെ കുർത്തി വീഡിയോയിൽ എല്ലാവർക്കും ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു ഡിസൈൻ ആട്ടോ ഇത്. അതായത് ഈ പ്രിൻ്റ് അല്ല, മെറ്റീരിയൽ, അതായത് കോട്ടൺ മെറ്റീരിയൽ അക്കോബ ഡിസൈൻ, ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് കംപ്ലീറ്റ് കൊടുത്ത് ലൈനിങ് ഒക്കെ ഇട്ട് ഈ ലേസ് വർക്ക് വരുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഞാൻ ഒത്തിരി പ്രാവശ്യം ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ നല്ല ഡിസൈൻസ് വരുമ്പോൾ നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യുന്ന കേട്ടോ. അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൻ്റെ ഈ കളർ കോമ്പിനേഷൻ കണ്ടു കഴിഞ്ഞാൽ എടുക്കാൻ തോന്നുമായിരിക്കും, അത്രയും രസമാണ് കാണാനായിട്ട്. വൈറ്റ് ബേസിൽ ഇതുപോലെ മൾട്ടി കളർ ആയിട്ടുള്ള ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഓവറായിട്ട് നിൽക്കുന്നതല്ല, ലൈറ്റ് ഷെയ്ഡിലുള്ള ആ ഒരു മൾട്ടി കളർ ഫ്ലവർ ഡിസൈനാണ് ഇതിൽ കൊടുത്തേക്കുന്നത്. ഫുൾ അക്കോബയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഒരു ലേസ് വർക്കും ഒക്കെ ഭയങ്കര ലുക്ക് ചെയ്തിട്ട് കാണാനായിട്ട്. ഞാനിപ്പോൾ സെയിം സൈസ് തന്നെ ഇട്ടേക്കുന്നത്. അത് കറക്റ്റാട്ടോ, ലൈനിങ് ഉണ്ട്. അപ്പോൾ എനിക്കൊന്ന് വാഷ് ചെയ്യുമ്പോൾ ശക്കലും ഒന്ന് പൊടിക്കൊന്ന് ഒതുങ്ങുമായിരിക്കും, എന്നാലും കുഴപ്പമില്ല. എനിക്കൊന്ന് ഈ ടൈപ്പ് കൊണ്ടുവന്നിട്ടുള്ളതെല്ലാം എല്ലാവരും തന്നെ സെയിം സൈസ് തന്നെ എടുത്തേക്കുന്നത്. അപ്പോൾ സാധാരണ എടുക്കുന്നത് നോക്കി നിങ്ങൾ എടുത്താൽ മതി. സാധാരണ നമ്മൾ എടുത്തിട്ട് ശകലം ഷേപ്പ് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ഇടുന്നവരാണെങ്കിൽ അങ്ങനെ തന്നെ എടുക്കുക. ശകലം കൂടെ ലൂസായി കിടക്കണം, അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ശകലം ഒതുങ്ങുമ്പോൾ ടൈറ്റ് ആകും എന്നുള്ളവരാണെങ്കിൽ നെക്സ്റ്റ് സൈസ് എടുത്തോണം കേട്ടോ. ഞാനിപ്പോൾ സെയിം സൈസ് തന്നെ ഇട്ടേക്കുന്നത്. അത് കറക്റ്റ് ഫിറ്റിങ്സ് ആണ്. അപ്പോൾ ഇതിന് ലൈനിങ് ഇട്ട് ചെയ്തേക്കുന്നുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. പക്ഷേ ഫിറ്റിങ്സിൻ്റെ ആ ഒരു കറക്റ്റ് ഇതായതുകൊണ്ടാണ് കാണുമ്പോൾ കുറച്ചുകൂടെ ഭംഗി നമ്മൾ ആ ഒരു കറക്റ്റ് ചെയ്തിടുമ്പോഴല്ലേ. അപ്പോൾ മീഡിയം നോർമലി എടുക്കുന്നവരാണെങ്കിൽ, കുറച്ച് ഷേപ്പ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ, 2 ടക്കൊക്കെ ഇട്ട് കൊടുക്കുന്നവരാണെങ്കിൽ സെയിം തന്നെ എടുക്കുക. അല്ലെങ്കിൽ വാഷ് ചെയ്യുമ്പോൾ ശകലം ഒതുങ്ങും എന്നൊരിതുണ്ടെങ്കിൽ നെക്സ്റ്റ് സൈസ് എടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ഐറ്റമാണ്. ഒരു 47 അടുത്തതിന് ലെങ്ത് കിട്ടുന്ന ഒരു ഐറ്റം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഏത് ബോട്ടം വേണം യൂസ് ചെയ്യാം. ഞാനിപ്പോൾ വൈറ്റ് തന്നെ ഇട്ടേക്കുന്നത്, പക്ഷേ നല്ല രസമുണ്ട്. ഇതിട്ടാലും കുഴപ്പമൊന്നുമില്ല. കറക്റ്റ് നെക്കൊക്കെ നല്ല കറക്റ്റായിട്ട് നിൽക്കുന്നത്, ഒത്തിരി കയറിയല്ല ഒത്തിരി ഇറങ്ങിയല്ല. പിന്നെ സൈസ് കറക്റ്റായിട്ട് സ്ക്രീൻഷോട്ട് അയക്കുന്നത്. ഞാനിത് എപ്പോഴും പറഞ്ഞാലും എല്ലാവരും തെറ്റിച്ച് തന്നെ അയക്കുള്ളൂ. ഡിസ്ക്രിപ്ഷനിൽ ഒന്നുകൂടെ നോക്കിയേക്കുക, കറക്റ്റല്ലേ, നിങ്ങളുടെ സൈസ് തന്നെയല്ലേ അതിൻ്റെ അകത്തുനിന്ന് നോക്കിയിട്ട് ബൈനോ കൊടുക്കാവുള്ളൂ. നിങ്ങളുടെ നമ്പറിലോട്ട് ആ ഒരു ഐറ്റം ബുക്ക് ആവുക ചെയ്യുന്നത്. അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ മീഡിയം ആണോ ലാർജ് ആണോ നിങ്ങൾ കറക്റ്റ് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് തന്നെ വെച്ച് സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ പിന്നീട് അത് ചോദിക്കുമ്പോഴത്തേനും അത് ആ ഒരു ഐറ്റം സോൾഡ് ഔട്ട് ആയി പോകും. ഇത് കിട്ടിയില്ലെങ്കിലോ എന്നുള്ള ടെൻഷൻ കാരണം എല്ലാവരും പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരുന്നതുകൊണ്ടാണ് ഈ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എക്സൽ വേണ്ട ഒരു എക്സൽ എഴുതിയേക്കുന്ന ആ ഒരു സ്ഥലം വരുമ്പോൾ വേണം സ്ക്രീൻഷോട്ട് എടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ നമ്പർ AJ 379, റേറ്റ് 990 രൂപയുള്ളൂ, 999.